അങ്ങനെ വീണ്ടും ഒരു ബ്രേക്കിന് ശേഷം വൺ പീസിലെ ചാപ്റ്ററുള്ള 1172 ബ്രീഫ് ആയുള്ള സ്പോയിലേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല ഒരു ഹാപ്പി ന്യൂസ് കൂടെ നെക്സ്റ്റ് വീക്ക് ബ്രേക്ക് അല്ലെന്ന് ഒഫീഷ്യലി കൺഫേം ആയിട്ടുണ്ട്. സോ അടുത്ത ചൊവ്വാഴ്ച തന്നെ 1173 സ്പോയിലേഴ്സ് കിട്ടുന്നതായിരിക്കും. ഇതേപോലത്തെ സ്പോയിലേഴ്സും എക്സ്പ്ലനേഷൻ വീഡിയോ ഒന്ന് മിസ്സാക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട. സോ അധികമൊന്നും വൈകുന്നില്ല, നമുക്ക് നേരെ എന്തായാലും ചാപ്റ്റർ സ്പോയിലേഴ്സിലേക്ക് കടക്കാം. ആൻഡ് ചാപ്റ്റർ 1172 ടൈറ്റിൽ എന്ന് പറയുന്നത് ദിസ് ഇസ് ദ എൽബ് ഓഫ് ദാറ്റ് ഐ ലവ് എന്നാണ്. ആൻഡ് കവർ പേജ് ഒരു റിക്വസ്റ്റഡ് കവർ പേജ് ആണ്. നമ്മുടെ മിസ്റ്റർ 2 ഉണ്ടല്ലോ, ബോൺ ക്ലേ, പുള്ളിക്കാരൻ കുറച്ചധികം സ്വാംസ് ആയിട്ടിരിക്കുന്നതാണ് ഈ കവർ പേജിൻ്റെ അകത്തുള്ളത്. സത്യം പറഞ്ഞാൽ ഈ ചാപ്റ്റർ മോസ്റ്റ്ലി ഒരു റീക്യാപ്പ് ചാപ്റ്റർ ആണ്. അത് മാത്രമല്ല പല ക്യാരക്ടേഴ്സിനെ മാപ്സും ഒക്കെയാണ് ഇതിനകത്ത് മെയിൻലി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അവരെവിടേക്കാണ് എന്തൊക്കെയാണ് ചെയ്യുന്നതാണ് ഈ ചാപ്റ്ററിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ളത്. ചാപ്റ്റർ തുടങ്ങുന്ന നേരത്തെ തന്നെ ജാറുൽ എല്ലാ സത്യങ്ങളും എൽബഫിനോട് വിളിച്ചു പറയുന്നുണ്ട്. ഹാളിൽ ചെന്ന് എന്താണോ സംഭവിച്ചതെന്നും ലോക്കി സത്യം പറഞ്ഞ ഒരു കുറ്റക്കാരനല്ലെന്നും എല്ലാം തന്നെ വിളിച്ചു പറയുന്നുണ്ട്. അതേപോലെ തന്നെ ജാറുൽ വേൾഡ് ഗവൺമെന്റിനെതിരെ ഒരു ഒരു യുദ്ധം തന്നെ പ്രഖ്യാപിക്കുകയും എല്ലാ ജയൻസും ജാറിലെ കൂടെ നിൽക്കുന്നുമുണ്ട്. അതേസമയം തന്നെ ഇമു അഥവാ ഗുങ്കോയും പിന്നെ നമ്മുടെ ഹോളി നൈറ്റ്സ് ഉള്ള ഷോമേസും കില്ലിംഗമും എല്ലാം തന്നെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ആയിട്ടുണ്ട്. ഇതേ സമയത്ത് മറ്റ് സ്ട്രോ ഹാറ്റ്സ് ഉള്ള ജിംബേനെ, നാമിനെ, റോബിനെ, ഉസോപ്പിനെ കാണിക്കുന്നുണ്ട്. അവരെല്ലാവരും ഇപ്പോഴും ഗുങ്കോടെ ആ ഒരു ആരോസിലാണ്. ഈ സമയം തന്നെ ജിംബെ പറയുന്നുണ്ട് ബ്രോക്ക് എന്തോന്ന് റിയലൈസ് ചെയ്തോന്ന്. അതെന്തോ റിയലൈസ് ചെയ്തു. അതേസമയം ഇത് പറയുന്ന സമയത്ത് ബ്രോക്ക് അവരുടെ കൂടെ ഇല്ലായിരുന്നു. ആൻഡ് ചാപ്റ്ററിന്റെ അവസാനത്തെ പാനലായിട്ട് ഹജുറുദ്ദീനും ബാക്കിയുള്ളവരും ഈ ജയൻസ് ഒക്കെ ആ ഒരു ഡോമി റിവേഴ്സ് സ്പെല്ലിപ്പെട്ടില്ലേ ആ ഒരു ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് കാണുന്നിടത്ത് അവർക്കൊരു കാര്യം മനസ്സിലായി, അവരും അതിൻ്റെ അകത്ത് പെട്ടുകഴിഞ്ഞാൽ പണിപ്പാളി. ഡോമി റിവേഴ്സ് എങ്ങനെ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അവർക്ക് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ തീരുന്നത്. എന്നാൽ ഇതേ സമയം തന്നെ ലാസ്റ്റ് ചാപ്റ്ററിന്റെ ഒരു പാനലിനകത്ത് നമ്മുടെ സോറോ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. സോറോയ്ക്ക് ഒരു പ്ലാൻ ഉണ്ടെന്ന്. സത്യം പറഞ്ഞാൽ സോറോ വഴിതെറ്റിയൊന്നും പോകാതിരുന്നാൽ മാത്രം മതിയായിരുന്നു. എന്തായാലും നെക്സ്റ്റ് വീക്ക് ബ്രേക്ക് ഒന്നുമില്ല. ഈ ചാപ്റ്റർ വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ ചാപ്റ്ററിനെ ജഡ്ജ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇത് വളരെ ബ്രീഫുള്ള സ്പോയിലേഴ്സ് ആയിരിക്കും. ചാപ്റ്റർ ഇറങ്ങാൻ നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്തൊക്കെയാണെന്ന് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ചാപ്റ്റർ ഇറങ്ങാൻ നേരത്ത് ഡീറ്റെയിൽ ആയിട്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അടുത്ത ചാപ്റ്റർ ഇറങ്ങാൻ നേരത്ത് അതിൻ്റെ സ്പോയിലേഴ്സ് ഞാൻ ഇടുന്നതായിരിക്കും. സോ അതൊന്നും മിസ്സാക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട.